കല്യാണം നിശ്ചയിക്കുന്ന സമയത്ത് മകൾക്ക് ഇഷ്ടമില്ലാത്തതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. ഇങ്ങനെയാണ് നിങ്ങളുടെ മക്കളെയൊക്കെ നിങ്ങൾ കൊലക്ക് കൊടുക്കുന്നത്. അവളോടൊരു സമ്മതം ചോദിക്കാമായിരുന്നില്ലേ? ഇതൊക്കെയാണ് ഈ വാർത്തയുടെ അടിയിൽ വരുന്ന കമന്റുകൾ. ശരിയാണ്, ഇന്നത്തെ കാലത്ത് ആളുകളുടെ അഭിപ്രായമാണ്, ഒരിക്കലും നമ്മളത് നിരസിക്കാൻ പറ്റുകയില്ല. കാരണം ചെറുപ്പം മുതലേ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. നമ്മുടെ ജീവിതം മറന്നിട്ട് അവരുടെ സന്തോഷവും അവരുടെ വിജയങ്ങളും ഒക്കെ ആയിരുന്നു മാതാപിതാക്കളുടെ ലക്ഷ്യം. എല്ലാ സമയത്തും ഏറ്റവും മികച്ചത് കൊടുക്കാൻ വേണ്ടി പ്രയത്നിക്കുന്നവരാണ് മാതാപിതാക്കൾ. പക്ഷേ കല്യാണമൊക്കെ ആകുന്ന സമയത്ത് മാതാപിതാക്കളുടെ റോള് അവസാനിക്കുകയാണ്. പിന്നെ അങ്ങോട്ട് പുതിയൊരു കണ്ടെത്തലുകൾ മക്കൾ തന്നെയാണ് ചെയ്യുന്നത്. കാരണം ഇനിയുള്ള അങ്ങോട്ടുള്ള ജീവിതത്തിൽ അവർക്ക് കൂടെ പാർട്ട്ണറെ തിരഞ്ഞെടുക്കുമ്പോൾ മാതാപിതാക്കൾ മോശമായതിനെ തിരഞ്ഞെടുത്താലോ, എന്നെ ഒരു കുണ്ടിൽ കൊണ്ടുപോയി ഇട്ടാലോ എന്നതാണ് ആശങ്ക. ഇത്രകാലം അവർക്ക് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളിലും കഴിവിന്റെ പരമാവധി ഏറ്റവും നല്ലതും മികച്ചതും നൽകിയ മാതാപിതാക്കൾ ഈ ഒരു കാര്യത്തിൽ പാളിപ്പോകുമോ? ഇല്ല. എന്നാലും മക്കൾക്ക് വിശ്വാസം അത്ര പോരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ മക്കൾക്ക് എന്താണോ അവരുടെ മനസ്സിലുള്ളത്, അവർക്ക് ആരെയാണോ ഇഷ്ടം, അവർക്ക് എന്തിനോടാണ് താല്പര്യമെന്ന് അന്വേഷിക്കാനും അവരെയും കൂടി കൂടുതൽ പരിഗണിക്കാനും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങളൊരു തീരുമാനമെടുക്കുമ്പോൾ ഒരുപക്ഷെ മനസ്സില്ലാ മനസ്സോടെ അവർ സമ്മതം മൂളിയേക്കാം. പക്ഷേ അതൃപ്തി കാരണം ഇതുപോലെ ജീവൻ ഒടുക്കിയാൽ നഷ്ടം വരുന്നത് നിങ്ങൾക്ക് മാത്രമാണ്. ഈ സമൂഹത്തിൽ നിന്നുള്ള ഒരുപാട് ചീത്തപ്പേര് നിങ്ങൾ കേൾക്കേണ്ടി വരും. നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ ഏറ്റവും നല്ലൊരു ജീവിതമാണ് തിരഞ്ഞെടുക്കുക എന്നതിൽ ഒരാൾക്കും സംശയമുണ്ടാവുകയില്ല. കാരണം ഒരു മാതാപിതാക്കളും തന്റെ മക്കളെ കുഴിയിലേക്ക് കൊണ്ടുപോയി ചാടിക്കില്ല, ഉറപ്പാണ്. എന്നാലും നിങ്ങൾ നിങ്ങളുടെ മക്കളോടൊന്ന് സമ്മതം ചോദിക്കുന്നതും അവരുടെ ഇഷ്ടങ്ങളെ പരിഗണിക്കുന്നതും നല്ല